നമുക്ക് ഈ വീഡിയോയിൽ ബ്രേക്ക് എന്നും കണ്ടിന്യൂ എന്നും പറഞ്ഞ രണ്ട് കീവേഡ്സ് പരിചയപ്പെടാം. നമുക്ക് 1 തൊട്ട് 5 വരെയുള്ള നമ്പേഴ്സ് പ്രിന്റ് ചെയ്യണം. അതെങ്ങനെയായിരുന്നു ചെയ്യുക? ഫോർ ഐ ഇൻ റേഞ്ച് 1 to 6 പ്രിന്റ് ഐ. നമ്മൾ 1 തൊട്ട് 5 വരെയുള്ള നമ്പേഴ്സ് ഒരു ഫോർ ലൂപ്പ് ഉപയോഗിച്ച് ഇവിടെ പ്രിന്റ് ചെയ്ത്. എന്താ ഇവിടെ സംഭവിച്ചത്? ഫോർ ഐ ഇൻ റേഞ്ച് 1 to 6 എന്ന് പറഞ്ഞാൽ ആദ്യം ഐയുടെ വാല്യൂ 1 ആയി, അന്നേരം 1 പ്രിന്റ് ചെയ്ത്. അത് കഴിഞ്ഞ് ഐയുടെ വാല്യൂ 2 ആയി, അന്നേരം 2 പ്രിന്റ് ചെയ്ത്. പിന്നെ ഐയുടെ വാല്യൂ 3 ആയി, 3 പ്രിന്റ് ചെയ്ത്. ഐയുടെ വാല്യൂ 4 ആയി, 4 പ്രിന്റ് ചെയ്ത്. ഐയുടെ വാല്യൂ 5 ആയി, 5 പ്രിന്റ് ചെയ്ത്. ഇതാണ് ഇവിടെ സംഭവിച്ചത്. ഞാൻ നിങ്ങളോട് പറയാണ്, 3 ആവുമ്പോൾ ഐയുടെ വാല്യൂ 3 ആവുമ്പോൾ അവിടെ നിർത്തിയേക്കുക. പിന്നീടുള്ള 3, 4, 5 പ്രിന്റ് അടിക്കണ്ട. അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഫോർ ഐ ഇൻ റേഞ്ച് 1 to 6 ഇഫ് ഐ ഈക്വൽ ടു 3 ബ്രേക്ക് പ്രിന്റ് ഐ. ഇവിടെ എന്താ സംഭവിച്ചേ? ആദ്യം ഐയുടെ വാല്യൂ 1 ആയി. 1 ആയപ്പോൾ 1 ഈക്വൽ ടു 3 അല്ല, അതുകൊണ്ട് ഈ ബ്രേക്ക് എക്സിക്യൂട്ട് ആയില്ല. പ്രിന്റ് ഐ, അങ്ങനെ 1 പ്രിന്റ് ആയി. ഐയുടെ വാല്യൂ 2 ആയി. 2 ഈക്വൽ ടു 3. 2 ഈക്വൽ ടു 3 ആണോ? അല്ല, അതുകൊണ്ട് ഈ ബ്രേക്ക് വീണ്ടും എക്സിക്യൂട്ട് ആയില്ല. പ്രിന്റ് ഐ, ഇപ്പോൾ 2 പ്രിന്റ് ആയി. ഇനി ഐയുടെ വാല്യൂ 3 ആയി. ഐയുടെ വാല്യൂ 3 ആയപ്പോൾ ഈ ബ്രേക്ക് എക്സിക്യൂട്ട് ആയി. ബ്രേക്ക് എക്സിക്യൂട്ട് ആയപ്പോൾ ഈ ലൂപ്പ് ടെർമിനേറ്റ് ചെയ്യാണ് ചെയ്തത്. അതായത് ഈ ലൂപ്പിന്റെ വെളിയിൽ വന്നു. പ്രിന്റ് ഹലോ. ഇത് ഞാൻ എക്സിക്യൂട്ട് ചെയ്യുമ്പം ഈ ഹലോ, ഇതിന്റെ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും വരിക? ഈ ഹലോ പ്രിന്റ് ആവുമോ? നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഔട്ട്പുട്ട് 1, 2 ഹലോ എന്നാ വന്നേ. എക്സിക്യൂഷൻ ഒന്നുകൂടി നോക്കാം ഈ കോഡിന്റെ. ഫോർ ഐ ഇൻ റേഞ്ച് 1 to 6 ഇഫ് 1 ഈക്വൽ ടു 3 ബ്രേക്ക് എക്സിക്യൂട്ട് ആയില്ല, 1 പ്രിന്റ് ചെയ്തു. ഇഫ് ഐ 2 ആയി, ഇഫ് 2 ഈക്വൽ ടു 3 അല്ല, അതുകൊണ്ട് ഈ ബ്രേക്ക് വീണ്ടും എക്സിക്യൂട്ട് ആയില്ല. ഇപ്പം നമ്മൾ 2 പ്രിന്റ് ചെയ്ത്. അത് കഴിഞ്ഞ് ഐ 3 ആയി, 3 ഈക്വൽ ടു 3. ഈ ബ്രേക്ക് എക്സിക്യൂട്ട് ആയി. എക്സിക്യൂട്ട് ആയി കഴിഞ്ഞപ്പം ഈ ഫോർ ലൂപ്പ് ടെർമിനേറ്റ് ആയി. അതായത് ഈ ഫോർ ലൂപ്പിന്റെ ഈ ബ്ലോക്കിൽ നിന്ന് നമ്മൾ പുറത്തോട്ട് വന്നു. എന്നിട്ട് പ്രിന്റ് ഹലോ, ഹലോ പ്രിന്റ് ആയി. ഈ ബ്രേക്ക് ലൂപ്പ് ടെർമിനേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കീവേഡാണ്. ഇനി നമുക്ക് കണ്ടിന്യൂ എന്ന് പറഞ്ഞ ഒരു കീവേഡ് പരിചയപ്പെടാം. ഞാൻ നിങ്ങളോട് പറയാണ്, 1 തൊട്ട് 5 വരെയുള്ള നമ്പേഴ്സ് പ്രിന്റ് ചെയ്യണം, പക്ഷേ 3 മാത്രം പ്രിന്റ് ചെയ്യണ്ട. അതെങ്ങനെയായിരിക്കും ചെയ്യുക? ഫോർ ഐ ഇൻ റേഞ്ച് 1 to 6 ഇഫ് ഐ ഈക്വൽ ടു 3 കണ്ടിന്യൂ പ്രിന്റ് ഐ. ഇവിടെ 3 മാത്രം പ്രിന്റ് ആയില്ല. ഈ കണ്ടിന്യൂ എന്ന് പറഞ്ഞ കീവേഡ് 3യെ സ്കിപ്പ് ചെയ്തു. എന്താ സംഭവിച്ചെന്ന് നോക്കാം. ആദ്യം ഐ ഈക്വൽ ടു 1 ആയി. ഐ ഈക്വൽ ടു 1 ആയപ്പോൾ ഇഫ് 1 ഈക്വൽ ടു 3 അല്ല, അന്നേരം ഈ പ്രിന്റ് എക്സിക്യൂട്ട് ചെയ്തു. പ്രിന്റ് എക്സിക്യൂട്ട് ചെയ്തിട്ട് 1 എന്ന് ഡിസ്പ്ലേയിൽ വന്നു. ഐ ഈക്വൽ ടു 2 ആയി. അപ്പം 2 ഈക്വൽ ടു 3, അപ്പോഴും കണ്ടിന്യൂ എക്സിക്യൂട്ട് ആയില്ല. എന്നിട്ട് 2 പ്രിന്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഐ 3 ആയി. ഇഫ് 3 ഈക്വൽ ടു 3 കണ്ടിന്യൂ എക്സിക്യൂട്ട് ആയി. ഈ പ്രിന്റിലോട്ട് പോയില്ല, പകരം ഐ 4 ആയി. ഐ 4 ആയിട്ട് ഇഫ് 4 ഈക്വൽ ടു 3 കണ്ടിന്യൂ വീണ്ടും എക്സിക്യൂട്ട് ആയില്ല, പ്രിന്റ് 4. അങ്ങനെ 4 പ്രിന്റ് ആയി. ഐ ഇനി 5 ആയി. ഇഫ് 5 ഈക്വൽ ടു 3 കണ്ടിന്യൂ എക്സിക്യൂട്ട് ആയില്ല. അത് കഴിഞ്ഞ് പ്രിന്റ് 5. അങ്ങനെ ആ കോഡ് എക്സിക്യൂട്ട് ചെയ്തിട്ട് 5 പ്രിന്റ് ആയി. ഇവിടെ എന്താ സംഭവിച്ചത്? ഈ കണ്ടിന്യൂ ഉപയോഗിക്കുന്നതിലൂടെ
i3 ആയപ്പം കണ്ടിന്യൂ എക്സിക്യൂട്ട് ആയി, അതിന് ശേഷമുള്ള കോഡ് എക്സിക്യൂട്ട് ആയില്ല. ഇവിടെ പ്രിന്റ് ഓഫ് ഐ എന്ന് പറഞ്ഞാൽ ആ കോഡ് എക്സിക്യൂട്ട് ആയില്ല ആ ഒരു ടൈമിൽ i3 ആയപ്പോൾ, ഈ കണ്ടിന്യൂ യൂസ് ചെയ്തുകൊണ്ട്. കണ്ടിന്യൂ സ്കിപ്പ് ചെയ്യാനായിരിക്കും യൂസ് ചെയ്യുക, ചില സ്റ്റേറ്റ്മെന്റ്സ് സ്കിപ്പ് ചെയ്യാൻ, ഇവിടെ പ്രിന്റ് സ്കിപ്പ് ചെയ്ത പോലെ.